കണ്ണൂർ തോട്ടട ITIയിലെ SFI KSU സംഘർഷത്തിൽ അബോധാവസ്ഥയിലായ KSU യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് റിബിന് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു. റിബിന്റെ നട്ടെല്ലിൽ പൊട്ടലുണ്ട്. സംഘർഷത്തിന് പിന്നാലെ ITI അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ്. വെള്ളിയാഴ്ച വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെയും പാർട്ടി നേതാക്കളെയും വിളിച്ച് സർവകക്ഷി യോഗം ചേരുമെന്ന് പോലീസ് അറിയിച്ചിരിക്കുന്നു. അർജുൻ കല്യാട് പുതിയ വിവരങ്ങളുമായി. അർജുൻ, KSU പ്രവർത്തകൻ റിബിന് ഗുരുതര പരിക്കെന്നുള്ള വിവരങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ നട്ടലിൽ പൊട്ടൽ എന്നുള്ള വിവരമാണ് ഇപ്പോൾ അറിയുന്നത്. എന്താണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് അറിയുന്നത്? സ്മൃതി, അതായത് ഈ KSU പ്രവർത്തകന് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാവുന്ന വിവരം. ഗുരുതരമായ പരിക്കാണ് ഈ KSU പ്രവർത്തകന് പറ്റിയിട്ടുള്ളത്. റിബിൻ്റെ ഗുരുതരമായ രീതിയിൽ അല്ലെങ്കിൽ റിബിനെ മൃഗീയമായ രീതിയിലുള്ള ആക്രമണമാണ് നടത്തിയിട്ടുള്ളത് SFI എന്നുള്ളതാണ് KSU നേരത്തെ തന്നെ ആരോപിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ മിംസ് ആശുപത്രിയിലാണ് റിബിൻ ചികിത്സയിൽ കഴിയുന്നത്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഈ ആശുപത്രിയിലെത്തി റിബിനെയും പരിക്കേറ്റ മറ്റ് KSU നേതാക്കളെയും ഒക്കെ സന്ദർശിക്കുമെന്നുള്ള കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. ഇന്ന് ITIയിൽ ഈ കോളേജ് ITI യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് പിന്നീട് ഒരു സംഘർഷഭരിതമായിട്ടുള്ള അല്ലെങ്കിൽ KSU SFI സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. SFI പ്രവർത്തകർ ഈ യൂണിറ്റ് കൊടിമരം KSUവിൻ്റെ കൊടിമരം സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ KSU പ്രവർത്തകരെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും ഈ കൊടിമരം നശിപ്പിക്കുകയുമൊക്കെ ചെയ്തിരുന്നു. മുൻപും അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ KSU പ്രവർത്തകന്മാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നിപ്പോൾ ഈ KSU നേതാക്കൾ ഈ കോളേജ് ITIയിലേക്ക് എത്തിയപ്പോൾ അവിടെ ഈ SFI നേതാക്കൾ ബോധപൂർവമായിട്ടുള്ള സംഘർഷം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതായിരുന്നു KSU നേതാക്കൾ ആരോപിക്കുന്നത്. SFI തിരിച്ചും ആരോപണം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഈ റിബിന് പരിക്കേറ്റിട്ടുള്ളത് ഈ സംഘർഷം പോലീസ് ലാത്തിച്ചാർജ് നടത്തി അതിനുശേഷം KSU പ്രവർത്തകരെ ഗേറ്റിന് പുറത്തും SFI പ്രവർത്തകരെ ഗേറ്റിനും അകത്താക്കുകയും ചെയ്തു. അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിൽ റിബിൻ ഈ ഗേറ്റിന് അകത്ത്, അതായത് SFI പ്രവർത്തകർ നിലയുറപ്പിച്ച ഭാഗത്ത് റിബിനെ തടഞ്ഞു നിർത്തുകയും വളഞ്ഞിട്ട് റിബിനെ വർദ്ധിക്കുകയുമായിരുന്നു ചെയ്തത്. അങ്ങനെയാണ് റിബിന് ഗുരുതരമായ പരിക്കേറ്റത്. അബോധാവസ്ഥയിലാണ് റിബിൻ. ITIയിൽ നിന്നും പുറത്തേക്ക് പോലീസുകാരാണ് റിബിനെ ചുമന്നു കൊണ്ടുവന്നത്. അതിനുശേഷം പോലീസ് വാഹനത്തിൽ തന്നെ ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ നട്ടെല്ലിന് റിബിന് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ ആശുപത്രി അധികൃതരും നമ്മളോട് സ്ഥിരീകരിക്കുന്നുണ്ട്. നട്ടെല്ലിന് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയാണ്. ഗുരുതരമായ പരിക്കാണ് റിബിനുള്ളത് എന്നുള്ള കാര്യം കൂടി KSU നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അല്പസമയത്തിന് തന്നെ കണ്ണൂരിലെ ഈ സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ എത്തുകയും റിബിനെ നേരിൽ കാണുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പരിക്കേറ്റ KSU നേതാക്കളെ കൂടിക്കാഴ്ച നടത്തുമെന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. നട്ടെല്ലിൽ പൊട്ടുന്ന രൂപത്തിലുള്ള പരിക്ക് പറ്റുന്ന രീതിയിൽ എങ്ങനെയാണ് ആ സംഘർഷം ഉണ്ടായത്? യഥാർത്ഥത്തിൽ റിബിന് പരിക്ക് പറ്റിയ സംഘർഷം ആരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു, അല്ലേ? സ്മൃതി, അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതായത് ഈ സംഘർഷം നടക്കുന്ന സമയത്ത് പുറത്ത് വലിയ രീതിയിൽ പോലീസ് ലാത്തിച്ചാർജും മറ്റ് പ്രശ്നങ്ങളും എല്ലാം തന്നെ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ ഈ KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റായിട്ടുള്ള ഈ റിബിൻ ഈ സംഘർഷം നടക്കുന്ന ഈ സമയത്ത് ഈ ക്യാമ്പസിനകത്തായിരുന്നു, അതായത് ITIക്ക് അകത്തായിരുന്നു. ആ സ്ഥലത്താണ് SFI നേതാക്കളും SFI പ്രവർത്തകരും എല്ലാം തമ്പടിച്ച് മുദ്രാവാക്യം വിളിക്കുകയും അല്ലെങ്കിൽ അവിടെയായിരുന്നു തമ്പടിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ ഈ റിബിനെ വളഞ്ഞു വെക്കുകയും തടഞ്ഞു വെച്ച് അത്തരത്തിൽ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് KSU നേതാക്കൾ പറയുന്നത്. ആ ഘട്ടത്തിലാണ് പോലീസ് ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയും അവിടെ നിന്ന് ഈ റിബിനെ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത്. പോലീസ് അവരെ എടുത്തു കൊണ്ടുവരുന്ന ദൃശ്യം ഉൾപ്പെടെ കണ്ടിട്ടുള്ളതുമാണ്. അബോധാവസ്ഥയിലായിരുന്നു ആ സമയത്ത് റിബിൻ ഉണ്ടായിരുന്നത്. വായിൽ നിന്നും പതയുൾപ്പെടെ വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നുവെന്ന് KSU നേതാക്കൾ ആ ഘട്ടത്തിൽ തന്നെ പ്രതികരണം നടത്തിയതുമാണ്. അങ്ങനെ ഗുരുതരമായ ഒരു പരിക്കാണ്, അല്ലെ അബോധാവസ്ഥയിലാണ് റിബിൻ ഉണ്ടായിരുന്നെന്ന കാര്യത്തിൽ ആ ഘട്ടത്തിലെ ആ ദൃശ്യങ്ങൾ പരിശോധിച്ച് പ്രതികരണത്തിലേക്ക് പോവുകയാണ് അർജുൻ കല്യാട്.